രഞ്ജി ട്രോഫിയിൽ ചരിത്ര ഫൈനൽ കളിക്കുകയാണ് കേരളം. കരുത്തരായ വിദർഭയെ ആദ്യ ഇന്നിംഗ്സിൽ 379 റൺസിന് കേരളം പുറത്താക്കി. കരുൺ നായരും പ്രതിഭാധനരായ ഒരുപിടി യുവതാരങ്ങളും അണിനിരക്കുന്ന വിദർഭ ബാറ്റിംഗിൽ കേരളത്തെക്കാൾ മികവ് കാട്ടുന്നവരാണ്. ഈ രഞ്ജി സീസണിലുടനീളം അവർ ഇക്കാര്യം തെളിയിച്ചതുമാണ്. വമ്പൻ സ്കോറിലേക്ക് കുതിച്ച വിദർഭയെ തടുക്കാൻ കേരളത്തിന് സഹായകരമായത് രോഹൻ കുന്നുമ്മൽ എന്ന മികച്ച ഫീൽഡറുടെ സാന്നിധ്യം കൂടിയാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന കരുൺ നായരെ റണ്ണൌട്ട് ആക്കുകയും തകർപ്പൻ ക്യാച്ചുകളുമായി യാഷ് റാത്തോഡ്, അക്ഷയ് കർണോവാർ എന്നിവരെ പുറത്താക്കാനും രോഹൻ കുന്നുമ്മലിന് കഴിഞ്ഞു. ആദ്യ ദിനം 4-ന് 254 എന്ന സ്കോറിൽ നിന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് തുടർന്ന വിദർഭ വമ്പൻ സ്കോർ ലക്ഷ്യമിട്ട് മുന്നേറുകയായിരുന്നു. എന്നാൽ തകർപ്പൻ ക്യാച്ചുകളുമായി രോഹൻ കുന്നുമ്മൽ കളം നിറഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് ജലജ് സക്സേനയുടെ ബൗളിംഗിൽ അക്ഷയ് കർണേവാറിനെ പുറത്താക്കാൻ രോഹൻ എടുത്ത ക്യാച്ചാണ്. 111-ാം ഓവറിലെ ആദ്യ പന്തിൽ കവർ ഡ്രൈവിന് ശ്രമിച്ച കർണേവാറിനെ ഒരു മുഴുനീളൻ ഡൈവിലൂടെയാണ് ഷോർട്ട് കവറിൽ രോഹൻ പറന്നു പിടിച്ചത്. 101-ാം ഓവറിലെ 3-ാം പന്തിൽ യാഷ് റാത്തോഡിനെ പുറത്താക്കാൻ രോഹൻ എടുത്ത ക്യാച്ചും ശ്രദ്ധേയമായി. സ്ലിപ്പിൽ ഡൈവ് ചെയ്താണ് ഈ ക്യാച്ചും കൈപ്പിടിയിൽ ഒതുക്കിയത്. എന്നിരുന്നാലും കർണേവാറിനെ പുറത്താക്കാനെടുത്ത ക്യാച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ക്യാച്ച് ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ഒന്നാം ദിവസവും കേരളത്തിന് നിർണായക ബ്രേക്ക് സമ്മാനിച്ചത് രോഹന്റെ ഫീൽഡിംഗ് മികവ് കൂടിയാണ്. ഡാനിഷ് മലേവാറിനൊപ്പം വിദർഭയ്ക്കായി റൺമല കെട്ടിപ്പൊക്കിയ കരുൺ നായരെ റണ്ണൌട്ടിലൂടെ പുറത്താക്കിയത് രോഹന്റെ മികച്ച ത്രോ ആയിരുന്നു. ഈ സമയം 86 റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു കരുൺ നായർ. കൂടാതെ ഡാനിഷ് മലേവാറുമായി മികച്ച കൂട്ടുകെട്ടും ഇദ്ദേഹം പടുത്തുയർത്തിയിരുന്നു. 4-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 215 റൺസാണ് അടിച്ചുകൂട്ടിയത്. അതേസമയം ഫീൽഡിംഗിൽ തകർപ്പൻ പ്രകടനമാണ് രോഹൻ കുന്നുമ്മൽ നടത്തിയതെങ്കിലും ബാറ്റിംഗിൽ അദ്ദേഹം ഏറെ നിരാശപ്പെടുത്തി. കേരളത്തിനു വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത രോഹൻ കുന്നുമ്മൽ ആദ്യ ഓവറിൽ തന്നെ റൺസ് ഒന്നും എടുക്കാതെ പുറത്തായത് കേരളത്തിന് വലിയ തിരിച്ചടിയായി. രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരളം ഫൈനൽ കളിക്കുന്നത്. സെമിയിൽ ഗുജറാത്തിനെ അവരുടെ തട്ടകത്തിൽ മറികടന്നാണ് കേരളം കലാശപ്പോരിന് യോഗ്യത നേടിയത്. വിദർഭയാകട്ടെ കരുത്തരായ മുംബൈയെ വീഴ്ത്തിയാണ് ഫൈനലിലേക്ക് എത്തിയത്.